ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സൗത്ത് ഗുജറാത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് പാൻകി. ഞാൻ ആൻഡമാനിലായിരുന്നപ്പോൾ കഴിച്ച ഒരു സ്നാക്കാണ്. ഞാൻ കഴിച്ചതിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഇതല്ലാതെ വേറെ രീതിയിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അതിനായി ഒരു ബൗളിൽ 1 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്കായി എടുത്തിട്ടുള്ളത്. നോർമൽ അരിപ്പൊടിയാണ്. ഇതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 സ്പൂൺ ഉപ്പ്, അര സ്പൂൺ ജീരകം ചതച്ചത്, 1 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി നന്നായി ചതച്ചത്, 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഞാൻ ഇതിൽ മല്ലിയില ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. 1/4 കപ്പ് തൈര് എല്ലാം മാറ്റിയതിന് ശേഷം ഇതിലിട്ട് നന്നായി മിക്സ് ചെയ്യും. വെള്ളം ഒഴിക്കാതെ തന്നെ ആദ്യം ഇതെല്ലാം കൂടി മിക്സ് ചെയ്യണം. എന്നിട്ട് വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്ത് അത് മിക്സ് ചെയ്യുക. ഒട്ടും കട്ടയില്ലാതെ നന്നായി മിക്സ് ചെയ്യണം. വെള്ളം ഒന്നായിട്ട് ഒഴിക്കരുത്. 1/2 കപ്പ് വെള്ളത്തിൽ കൂടുതൽ ഇതിലേക്ക് ആകത്തില്ല. വളരെ ലൂസാകാൻ പാടില്ല ബാറ്റർ. വളരെ കട്ടിയാകാനും പാടില്ല. ഇതുപോലെ നമ്മൾ തവി കൊണ്ട് കോരി ഇതുപോലെ ഒഴിക്കുമ്പം ഒരു പ്രയാസം കൂടാതെ ഇതുപോലെ താഴെ വീഴണം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതിന് ശേഷം 1/2 മണിക്കൂർ അടച്ച് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇല കീറി നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പ് ഇഷ്ടമാണെങ്കിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാൻ ഇതുപോലെ നീളത്തിൽ കീറി അതിൽ നെയ്യ് കൊണ്ട് ഗ്രീസ് ചെയ്ത് കുറച്ച് നെയ്യാണ് വെച്ച് ഞാൻ ആദ്യം ഇലയിൽ പുരട്ടി നന്നായിട്ട് ഗ്രീസ് ചെയ്തതിന് ശേഷം തവ ചൂടായതിന് ശേഷം ഇല വച്ച് അതിൽ ഈ മാവ് കോരിയൊഴിച്ച് വളരെ തിന്നായിട്ട് ഒട്ടും കട്ടിയില്ലാതെ പരത്തിയെടുക്കണം. ഇതുപോലെ നന്നായി ഒട്ടും കട്ടി ഇല്ലാതെ പരത്തി എടുക്കണം. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു പാൻകിയാണിത്. ഒരു പ്രാവശ്യം നമ്മളിത് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സെക്കൻഡ് ടൈം ഇത് ഉണ്ടാക്കാൻ നമുക്ക് തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണിത്. ടേസ്റ്റും ഗുണവും ഉള്ളതാണ്. ഒരുപാട് മല്ലിയില ഇതിൽ ചേർത്തിട്ടുണ്ട്. മല്ലിയില കൊളസ്ട്രോളിനൊക്കെ വളരെ നല്ലതാണ് മല്ലിയില. എന്നിട്ട് വേറെ ഒരു നെയ്യോ എണ്ണയോ ഗ്രീസ് ചെയ്ത വേറൊരു വാഴയില ഇതിൻ്റെ മുകളിൽ വെച്ച് കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. 4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് മറിച്ചിട്ട് കൊടുത്ത് കണ്ടോ, ഇതുപോലെ നമ്മുടെ ഇല ഇതുപോലെ ചുളിഞ്ഞ് വരും. ഇത് വെന്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് തന്നെ ഈ ഇലയിൽ നിന്ന് ഇത് വിട്ട് വരും. ഒരു പ്രയാസവും ഇല്ലാതെ തന്നെ വിട്ട് വരും. തിരിച്ചും മറിച്ച് ഓരോ വശവും 4 മിനിറ്റ് വീതം ഇരുന്നാലേ നന്നായിട്ട് വെന്ത് പാകമാവുകയുള്ളൂ. നല്ല മണം, നല്ല ടേസ്റ്റുമാണിത്. ഇതേപോലെ എല്ലാം കോരി ഒഴിച്ച് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക. വളരെ ടേസ്റ്റും പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യുക. ഞാൻ ഇതുപോലെ ഒന്ന് അനക്കി കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക് ഇത് വിട്ട് വരും. ഞാൻ റോൾ ചെയ്താണ് എടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കാണാനിത്. അതേപോലെ ടേസ്റ്റുമാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇത് കാണുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഞാൻ ചൂടോടെ വാഴയിലയിൽ വച്ചതാണ്. ആ വാഴയിലയിൽ ആ കറുപ്പ് വന്നതങ്ങനെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇട്ടറിയിക്കുക. ഇത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടും. വളരെ ടേസ്റ്റാണ് ഈ പാൻകി. ഉണ്ടാക്കി നോക്കുക.